നമുക്കിന്ന് ചപ്പാത്തിക്കും അപ്പത്തിനും കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കി നോക്കിയാലോ. അതിനു വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ് ഈ വെജിറ്റബിൾസ്. ആദ്യം ഒരു ബൗൾ കോളിഫ്ലവർ ചൂടുവെള്ളത്തിലിട്ട് പുഴുക്കളെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ് ഈ ചെറിയൊരു ബൗൾ. ഇത് ഏകദേശം 100 ഗ്രാം വരും. അടുത്തത് ഫോർസൺ ഗ്രീൻ പീസ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചാണ്. ഫ്രീസറിലാണ് ഇത് സാധാരണ വെക്കാറുള്ളത്. നിങ്ങൾ മേടിക്കുമ്പോൾ ഇങ്ങനെ പച്ച ഗ്രീൻ പീസ് ഫോർസൺ തന്നെ ചോദിച്ച് വാങ്ങുക. സാധാ ഗ്രീൻ പീസ് ആണെങ്കിൽ ഏകദേശം 6 മണിക്കൂറേലും വെള്ളത്തിലിട്ട ശേഷം വേണം കുറുമ ഉണ്ടാക്കാൻ എടുക്കാൻ. ഈ ഫോർസൺ ഗ്രീൻ പീസ് ഇത് മേടിക്കുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കഴുകി നമുക്ക് ഉടനെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഇത് 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ക്യാരറ്റ് ഇതുപോലെ ക്യൂബിക് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇത് ഏകദേശം 100 ഗ്രാം ഉണ്ട്. ബീൻസ് 100 ഗ്രാം ബീൻസാണ് ഇത്. ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. സബോള മീഡിയം സൈസ് ഇതുപോലെ ചെറുതായിട്ട് 2 മീഡിയം സൈസ് സബോള അരിഞ്ഞെടുത്തതാണ്. ഒരു ഉരുളക്കിഴങ്ങ് 100 ഗ്രാം വരും. ഇത് ചെറുതായിട്ട് ഇതുപോലെ ക്യൂബിക് ഷേപ്പിൽ അരിഞ്ഞെടുത്തത്. 2 വലിയ ടൊമാറ്റോ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, 5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1 കഷ്ണം ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തത്, ഒരു കറുവാപ്പട്ടയുടെ ചെറിയ 4 കഷ്ണം, തക്കോലത്തിൻ്റെ 1 കഷ്ണത്തിൻ്റെ പകുതി, 3 ചെറിയ കഷ്ണം കരയാമ്പൂ, 3 ചതച്ച ഏലയ്ക്ക, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, പോപ്പി സീഡ്സ് 1/2 ടീസ്പൂൺ അഥവാ കസ്കസ്, അതായത് നമ്മുടെ ബിരിയാണി പാക്കിനകത്ത് കിട്ടുന്ന ചെറിയ പൊടിയാണ് ഈ പോപ്പി സീഡ്സ്. സാദാ ജീരകം 1/2 ടീസ്പൂൺ, കടലപ്പരിപ്പ് 1 ടീസ്പൂൺ, ഒരു 12 കാഷ്യൂനട്ട്, ഒരു 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്, 1/2 മുറി തേങ്ങ ചിരവിയത്, 2 പച്ചമുളക് ഇതുപോലെ അരിഞ്ഞെടുത്തത്, നെയ്യ് മിൽമ നെയ്യാണ് വേണ്ടത്, 1/2 കപ്പ് വെള്ളം, ആവശ്യത്തിന് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ വെജിറ്റബിൾ കുറുമ തയ്യാറാക്കാൻ വേണ്ടത്. ആദ്യം നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 1/2 മുറി തേങ്ങ. അതിനകത്ത് അരയ്ക്കാൻ വേണ്ടത് 1/2 മുറി തേങ്ങയ്ക്കകത്തോട്ട് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കും, കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കും, ഈ ജീരകം സാദാ ജീരകം ഇട്ട് കൊടുക്കും, ഈ പോപ്പി സീഡ്സ് ഇട്ട് കൊടുക്കും. ഇത്രയും ചേർത്താണ്, അതുപോലെ തന്നെ ഈ പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. അത് നല്ല വെണ്ണ പേസ്റ്റ് പോലെ കുറുമ ഉണ്ടാക്കാൻ വേണ്ടി തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ അത് നമുക്ക് ഇട്ടാലോ അച്ചാച്ച? പറഞ്ഞതിൽ 2-3 ഇൻഗ്രീഡിയൻസ് പറയാനുണ്ട്. അതാണ് 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 4 ഇതൾ കറിവേപ്പില, ഒരു ചെറിയ ബൗൾ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 1 കപ്പ് വെള്ളം. ഇത് പച്ചക്കറി വേവിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. ഇനി നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാൻ വേണ്ടി തയ്യാറാക്കാം. തേങ്ങ അരയ്ക്കുന്നതിന് വേണ്ടി മിക്സിയുടെ ജാർ എടുത്തു. അതിലോട്ട് നമുക്ക് ആദ്യം 1/2 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുത്തു. 1/2 മുറി തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കുന്നു. 2 പച്ചമുളക് ചെറുതായി മുറിച്ചിട്ടത് ഇട്ട് കൊടുക്കുന്നു. 12 കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നു. ജാറിനകത്തോട്ടിട്ട് നന്നായിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം. കടലപ്പരിപ്പ് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കൊടുത്തു. 1/2 ടീസ്പൂൺ സാദാ ജീരകം ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ സാദാ ജീരകം. പിന്നെ പോപ്പി സീഡ്സ് അല്ലെ കസ്കസ് ബിരിയാണിക്കകത്ത് ഇട്ടോ, മസാല കൂട്ടിനകത്തുള്ളൂ. അതാണ് ഈ ഇട്ടിരിക്കുന്നത്. 1 ഇതൾ കരിവേപ്പില ഇട്ട് കൊടുത്തേ. 1 ചെറിയ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് വെണ്ണ പോലെ അരിച്ചുകൊണ്ട് പോവാം. നമുക്ക് കുറുമയ്ക്കകത്ത് ചേർക്കാൻ വേണ്ടിയാണ്. കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് നല്ല വെണ്ണ പോലെ ഇച്ചിരി കൂടെ വെച്ച് ഇനി നല്ല വെണ്ണ പോലെ അരച്ചുകൊണ്ട് വരണം. ഇതാണ് അരച്ചെടുത്ത തേങ്ങ. നമ്മുടെ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നല്ല വെണ്ണ പോലെ
ഇനി നമുക്കിത് കുറുമയിൽ ചേർത്ത് കൊടുക്കാം. നമുക്കെന്നാൽ കുറുമ ഉണ്ടാക്കാൻ പോയാലോ? കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി കുഴുവുള്ള വലിയ ചീൻചട്ടി അടുപ്പിൽ വെച്ചു. ചീൻചട്ടി ചൂടായി വരുന്നു. ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടായി. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നു. 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. മൊത്തം ഒഴിച്ചു. ഓക്കെ. ഇനി നമുക്ക് 1 സ്പൂൺ നെയ്യും കൂടെ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കും. 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അത് നല്ല ടേസ്റ്റിന് കിട്ടുന്നതിന് ആയിട്ടോ. കുറുമയ്ക്ക് നല്ല ഒരു കൊഴുപ്പും ഒരു ടേസ്റ്റും കിട്ടുന്നതിന് വേണ്ടിയാണ്. മിൽമയുടെ നെയ്യാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് പെരുംജീരകം ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. അതിലോട്ട് 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുക്കുന്നു. പെരുംജീരകം ഇട്ട് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് ആ മസാലയുടെ ഇതെടുക്കാം. കറുവാപ്പട്ടയുടെ ഇല ഇട്ടു. കറുവായുടെ ഇല ഇട്ടു. 3 ഏലക്ക ഇട്ടു. 3 ഏലക്ക ചതച്ചതിട്ടു. 1 തക്കോലത്തിൻ്റെ മുറി പകുതി ഇട്ടു. പിന്നെ കറിയാമ്പ് 3 എണ്ണം ഇട്ടു. 3 കറിയാമ്പ് ഇട്ടു. 3 കറിയാമ്പ് ഇട്ടു. പിന്നെ കറുവാപ്പട്ടയുടെ 3 ചെറിയ കഷ്ണം. ഓക്കെ, ഇത്രയാണ് ആദ്യം ഇടേണ്ടത്. ഇനി ഒന്ന് ഇളക്കുക. ആ പച്ചപ്പ് ഒന്ന് മാറ്റി. കറുവായുടെ ഇലയും കറുവായുടെ തൊലിയും തക്കോലവും. തക്കോലം എന്ന് പറഞ്ഞാൽ സ്പൈസസ് ഒരിക്കലും കൂടി പോരുത്. ഈ കറക്റ്റ് അളവ് തന്നെ ഇടണം. സ്പൈസസ് കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു സ്പൈസസ് അതിൻ്റെ ചുവ വരും. കൂടിയും പോകരുത്, കുറഞ്ഞും പോകരുത്. കറക്റ്റ് അളവിൽ വേണം. എന്നാലേ നമ്മുടെ കുറുമയുടെ ശരിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ. കറിയാമ്പൂ ഒന്നും കൂടി പോകരുത് കേട്ടോ. ഒരു 3 കറിയാമ്പൂവിൽ കൂടുതൽ പോകരുത്. തക്കോലം ഈ അനുപാതത്തിൽ വേണം എടുക്കാൻ. ഇനി ഇതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുക്കുക. ഇനി ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. 4 പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. മീഡിയം ഫ്ലെയിമേ വെക്കാവുള്ളൂ കേട്ടോ. ഈ കറിവേപ്പില ഇട്ട് കൊടുത്തേ. 2 ഇതൾ കറിവേപ്പില. 3 ഇതൾ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നു. ഓക്കെ. കുരുമുളക് ഇട്ട് കൊടുക്കുന്നു. 1 സ്പൂൺ കുരുമുളക് ചെറുതായിട്ട് ചതച്ചത് ഇട്ട് കൊടുക്കാവുള്ളൂ. ഭയങ്കരമായിട്ട് ശരിക്കും പൊടിച്ച് ഇടരുത്. ചതച്ച് വേണം കുരുമുളക് ഇട്ട് കൊടുക്കാൻ. പൊടിച്ചിട്ട് അത്രയും രുചി കിട്ടിയല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. 1 സ്പൂൺ കുരുമുളക് ഇടുമ്പോൾ കുരുമുളക് നന്നായിട്ട് ചതച്ച് വേണം ഇടാൻ. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ സവോള ചെറുതായിട്ട് ഇട്ട സവോള ഇട്ട് കൊടുക്കുക. ഇട്ടോ 2 സവോളയാണ് മീഡിയം സൈസ് അരിഞ്ഞിട്ട് എടുത്തിരിക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നമുക്ക് പച്ചക്കറിയെല്ലാം ഇതിനകത്ത് വെന്ത് കിട്ടണ്ടാവും. ഇപ്പോൾ 1 ടീസ്പൂൺ ഇട്ടോട്ട് കുഴപ്പമില്ല. നന്നായിട്ട് ഇട്ട് കൊടുത്തു. ഇത് വാടി കിട്ടുന്നതിന് എളുപ്പമാണ്. നല്ല ടേസ്റ്റുള്ള കുറുമയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ പച്ചക്കറിയൊക്കെ ഇടാനുണ്ട്. പച്ചക്കറിയൊക്കെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാനുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ബ്രൗൺ കളർ ആകണ്ട കേട്ടോ. നമ്മുടെ സബോള ബ്രൗൺ കളർ ആകണ്ട. കുറച്ച് വാടിയാൽ മതി. അപ്പോൾ നമുക്ക് തക്കാളിക്ക ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നമുക്ക് തക്കാളിക്ക ഇട്ട് കൊടുക്കാം. 2 തക്കാളിക്ക ചെറുതായിട്ട് മുറിച്ചത് ഇട്ട് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. തക്കാളിക്ക് അങ്ങ് മുരിഞ്ഞ് കിട്ടട്ടെ. നന്നായിട്ട് വേകട്ടെ തക്കാളിക്ക. ഒരു 2 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് വാഴട്ടെ.
തക്കാളിക്ക് ശരിക്കും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് വഴറ്റാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി ചേർത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടോ ചേർത്ത് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തു. ഗരം മസാല 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവുള്ളൂ, അതിൽ കൂടുതലാകരുത്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് മിക്സാകട്ടെ. പൊടിയുടെ ആ മഞ്ഞപ്പൊക്കെ മാറട്ടെ. മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇനി നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കുക. ആദ്യം ഉരുളക്കിഴങ്ങിട്ട് 1 ബൗൾ ഉരുളക്കിഴങ്ങ് 100 ഗ്രാം. ഇട്ടോ ഇളക്കി കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുക്കും. നമുക്കടുത്ത് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ടോ. ക്യാരറ്റ് ഇട്ടോ. 100 ഗ്രാം ക്യാരറ്റ് 1 ബൗൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കും. ഇളക്കിക്ക്. ഓരോന്ന് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കിയും കൂടെ കൊടുക്കണം. എന്നാലും അത് ശരിക്ക് മസാല അങ്ങോട്ട് പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. 1 ബൗൾ ബീൻസ് 100 ഗ്രാം അരിഞ്ഞ് ബീൻസ് ഇട്ട് കൊടുക്കും. പിടിച്ച് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കും. കാണിച്ച് ഇട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നമുക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇട്ട് 1 ബൗൾ കോളിഫ്ലവർ ഇട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ഇളക്കി അവനുമായിട്ട് അങ്ങോട്ട് പച്ചക്കറി അങ്ങോട്ട് തിരിഞ്ഞ് ചേർത്ത് നല്ല കുറുമയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടാൻ കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. കോളിഫ്ലവർ ഇല്ലാതെയൊക്കെ ഉണ്ടാക്കാം, പക്ഷേ കോളിഫ്ലവർ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നന്നായിട്ട് അവനങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് മസാലയ്ക്കകത്ത് അങ്ങോട്ട് ചേർക്കാം. ഞാൻ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. നമ്മുടെ ഫോർസൽ ഗ്രീൻ പീസ് ഇട്ട് കൊടുത്തു. 100 ഗ്രാം ഇട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി. ഒരു 1-2 മിനിറ്റ് ഇരുന്ന് നന്നായിട്ടൊന്ന് വാടിക്കോട്ടെ. 2-3 മിനിറ്റ് ഇരുന്ന് നന്നായിട്ട് വാടിക്കോട്ടെ. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് അങ്ങോട്ട് അങ്ങ് വാഴട്ടെ. പച്ചക്കറി അങ്ങോട്ട് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വാടട്ടെ. നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കും. നന്നായിട്ട് വാടട്ടെ. ഇനി ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ച്. അടപ്പ് തുറന്ന് ഇനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറി ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് വാടണം. ഇങ്ങോട്ട് ഇളക്കിക്കോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. 1/2 ലിറ്റർ വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം പച്ചക്കറി ഇതിനകത്ത് കിടന്നൊന്ന് വേകണം. ഒഴിച്ച് 1/2 കപ്പ് 1/2 ലിറ്റർ വെള്ളം.
ലേശം കൂടെ ഒഴിച്ചു, ലേശം കൂടെ ഒഴിച്ചു, ലേശം വെള്ളം കൂടെ ഒഴിച്ചു, ലേശം വെള്ളം കൂടെ ഒഴിച്ചു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ ഇതിനകത്ത് കിടന്ന പച്ചക്കറി നന്നായിട്ടൊന്ന് വേകട്ടെ. വെള്ളം കുറച്ച് വറ്റി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. പച്ചക്കറി ഈ വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്തോട്ടെ. വെന്ത് കഴിയുമ്പോൾ വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. എന്നാൽ മൂടി വെച്ചേര്. ഇത് വെള്ളം നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചക്കറി നന്നായിട്ട് വേകട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. നന്നായിട്ട് ബോയിലായി പച്ചക്കറി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് കുറുമ റെഡിയാക്കാം. വെന്ത് വരുന്നുണ്ട്. ഉരുളക്കിഴങ്ങിനും ക്യാരറ്റിനും ഒക്കെ വേവ് വേണം. നന്നായിട്ട് വേകാൻ വേണ്ടിയാണ്. ഇതൊന്ന് മൂടി വെച്ചു വെള്ളം പറ്റട്ടെ. വെള്ളം പറ്റിക്കുന്നു. നന്നായിട്ട് വെന്തോണം. അടപ്പുകൊണ്ട് മൂടി വെച്ച് നന്നായിട്ട് ഇളക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഈ വെള്ളം പറ്റി വരുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് കൊണ്ടാണ് വെള്ളം പറ്റി വന്നത്. അപ്പോൾ പച്ചക്കറി നന്നായിട്ട് ബോയിലായിട്ടുണ്ട്. 5 മിനിറ്റോളം ഇരുന്ന് നന്നായിട്ട് ബോയിലായി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റോളം എടുക്കും നമ്മുടെ പച്ചക്കറി ശരിക്കൊന്ന് വേകാൻ. നന്നായിട്ട് ബോയിലായി വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം വെള്ളം പച്ചക്കറി ബോയിലായി വെന്ത് വന്നിട്ടുണ്ട്. ഒരു 10, 12, 13, 14 മിനിറ്റ് എടുക്കും. മൊത്തം പച്ചക്കറി നന്നായിട്ട് വേകണം. അതാണ് കുറുമയുടെ ടേസ്റ്റ്. നന്നായിട്ട് പച്ചക്കറി ബോയിലായാലുള്ള യഥാർത്ഥ ടേസ്റ്റ് കിട്ടും. പച്ചക്കറി വേണമെങ്കിൽ സെപ്പറേറ്റ് ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഒറ്റയടിക്ക് വെക്കാൻ എളുപ്പത്തിന് വെക്കുന്നേ ഉള്ളൂ. നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെയാണെങ്കിലും പച്ചക്കറി വെന്ത് കിട്ടിയാൽ മതി. ഇതാകുമ്പോൾ ഒറ്റ പാത്രത്തിൽ ഒറ്റയടിക്ക് നമ്മൾ വെച്ച് തീരും. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഇത് പച്ചക്കറി നന്നായിട്ട് ബോയിലായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കിതിനകത്തോട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ പെട്ടെന്ന് വെന്തോളും. നന്നായിട്ട് ഇളക്കിക്കും. പെട്ടെന്ന് പച്ചക്കറി വേവുകയും ചെയ്യണം. പച്ചക്കറി ഒരു 15 മിനിറ്റ് എടുക്കും കേട്ടോ. വെള്ളം കുറച്ചും കൂടെ പറ്റാനുണ്ട്. ഉരുളക്കിഴങ്ങും ക്യാരറ്റും നന്നായിട്ട് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ദേ പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ബോയിലായിട്ടുണ്ട്. ഇപ്പോൾ ക്യാരറ്റും ഉരുളക്കിഴങ്ങും എടുത്ത് നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ തേങ്ങ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പിട്ടു അരപ്പ് ഒഴിച്ച് കൊടുക്കും. അടിച്ച് മൊത്തം ആ ജാറിനകത്ത് മൊത്തം അങ്ങോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കും. ജാറിനകത്ത് ഇട്ടിരിക്കുന്ന അരപ്പ് മൊത്തം ഇപ്പം ചേർത്ത് കൊടുക്കുന്നു. ഇനി നന്നായിട്ട് അരപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അരപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. അരപ്പൊന്ന് ചൂടാകട്ടെ. അതിനുവേണ്ടി എല്ലായിടത്തും അരപ്പ് ഇടുന്നതിന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റ് നന്നായിട്ട് നല്ല വട്ടം കറക്കി ഇളക്കി കൊടുക്കുക. വെജിറ്റബിൾസിൻ്റെ എല്ലായിടത്തും അരപ്പ് അങ്ങോട്ട് ഇറങ്ങിച്ചിടട്ടെ. നന്നായിട്ട് അങ്ങോട്ട് അരപ്പങ്ങ് ചൂടാകട്ടെ. ഇളക്കി കൊടുത്ത് അരപ്പ് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി യോജിപ്പിക്കും. അരപ്പ് അങ്ങോട്ട് ചൂടാകട്ടെ. 1 മിനിറ്റ് ഇരുന്ന് അങ്ങനെ അങ്ങോട്ട് നന്നായിട്ട് അങ്ങ് ചൂടാകട്ടെ. നന്നായിട്ടിരുന്നു
ചെറുതായിട്ട് ചൂടായിട്ട് ഇനി നമുക്ക് ആ ജാറില്ലേ, അരപ്പിരുന്ന ജാറിനകത്ത് വെള്ളം ഒഴിച്ച് കഴുകി ഒഴിക്കാം. ആ ജാറിനകത്തുണ്ടായിരുന്ന അതും കൂടെ കൂട്ടി, ഇച്ചിരി വെള്ളം കൂടെ കൂട്ടി ജാറിനകത്ത് പറ്റി പിടിച്ചിരിക്കുന്ന അരപ്പും കൂടെ തേങ്ങ അരച്ചതും കൂടെ ഒഴിച്ചു കൊടുത്തു. ജാറ് കഴുകി ജാറ് കഴുകി കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തേ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. എല്ലായിടത്തോട്ടും വെച്ച് അഴപ്പൊന്ന് ചൂടാകട്ടെ. അപ്പോൾ നമ്മുടെ കുറുമ റെഡിയായിട്ട് വരുന്നു. അരപ്പ് അങ്ങോട്ട് തിളക്കട്ടെ. ചെറുതായിട്ട് നമ്മളെ പൊട്ടി 2 മിനിറ്റ് തിളക്കട്ടെ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. നമ്മുടെ ചാറിന് ഇച്ചിരി നീട്ടം വേണമെങ്കിൽ, കുറുവ് ഇത്രം വേണമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പാൽ ഒഴിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ തൈര് ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇച്ചിരി ചെറു ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഇത്രയും കട്ടി വേണ്ടല്ലോ. ചെറു ചൂടുവെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മളെ കുറുമ നല്ല അടിപൊളി കളറും അടിപൊളിയായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കിതിനകത്തോട്ട് ചൂടുവെള്ളം കുറച്ച് ചാറ് കുറച്ച് നീട്ടുന്നതിന് വേണ്ടി നമുക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക സ്വല്പം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കുക. നമ്മൾ ആ ചാറ് നീട്ടി കുറച്ചും കൂടെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ആവുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് കൊടുത്തത്. അത് ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുത്തത്. തിളപ്പിച്ച വെള്ളം വേണം. ചൂടോടുകൂടി വേണം ഒഴിക്കാൻ വേണ്ടി. പച്ചവെള്ളം ഒരു കാരണവശാലും നിങ്ങൾ ഒഴിക്കരുത്. തിളപ്പിച്ച ബോയിൽ ചെയ്ത വെള്ളം വേണം ഒഴിക്കാൻ. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ കുറുകി കിടന്നത് കുറച്ച് ലൈറ്റായി നല്ല ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചൊന്ന് തിളക്കട്ടെ. തിളച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ലിറ്റർ തൈര് ഒഴിച്ച് കൊടുക്കുക. തൈര് ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായത്. പാല് വേണം ഒഴിച്ച് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ ചാറിൻ്റെ കട്ടി എത്ര കൂടുതൽ വേണോ ഈ പാൽ ഒഴിച്ചോ തൈര് ഒഴിച്ചോ നമുക്ക് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. വേണ്ടോ അവൻ്റെ കുറുമയുടെ കിടക്കുന്നുണ്ടോ, നല്ല അടിപൊളി. ഇനി ചെറുതായി തിളച്ച് വരുന്ന ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ കുറുമ റെഡിയായി. ഇനി നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. പക്ഷേ മല്ലിയില കണ്ടിട്ട് ഇട്ട് കൊടുത്തു. ഇട്ടോ മതി. നന്നായിട്ടങ്ങ് ഇളക്കി മല്ലിയില അങ്ങോട്ട് കൊടുക്കും. മല്ലിയില അങ്ങോട്ട് തിരുമ്മി നല്ല. ഇപ്പം നമ്മളുടെ അടിപൊളി കുറുമയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇച്ചിരി നല്ല കുറുമ. ഇനി നമുക്കൊരു തൈര് ഒഴിച്ച് കൊടുക്കാം. ഒരു 1/4 ലിറ്റർ തൈര് ഒഴിച്ച് കൊടുത്ത് നല്ല ടേസ്റ്റായി. ഒഴിച്ചോ. നല്ല ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ലിറ്റർ തൈരും കൂടെ ഒഴിച്ച് കൊടുത്തു. ഇനി അങ്ങോട്ട് ഇളക്കിക്ക്. തൈര് ഒഴിച്ച് കഴിഞ്ഞ് ഇനി അധികം വെട്ടി തിളയ്ക്കണ്ട. ചെറുതായിട്ടൊന്ന് കുമള വന്നാൽ മതി. ഇപ്പം നമ്മുടെ വെജിറ്റബിൾ സ്റ്റൂ റെഡിയായി. ഇനി ഇത് വിളമ്പിയുണ്ടല്ലോ, അപ്പത്തിൻ്റെ കൂടെ നല്ല ചൂടോടുകൂടി ചപ്പാത്തിയുടെ കൂടെയോ പാലപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിച്ചാൽ എന്നാ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും എന്നറിയാമോ. നമ്മുടെ സ്റ്റൂ റെഡിയായി. അടിപൊളി സ്റ്റൂ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുപോലെ അനുമാനത്തിൽ അവസാനം നിങ്ങൾക്ക് വേണേൽ പാൽ ഒഴിച്ചാലും മതി കേട്ടോ. നമ്മളിപ്പം തൈര് നന്നായിട്ട് ഉടച്ചെടുത്താണ് ഒഴിച്ചു കൊടുത്തത്. ഇച്ചിരി ഉപ്പ് നോക്കിക്കേ. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് വേണമെന്നാണ് തോന്നണം കേട്ടോ. അല്ലേ, സ്വല്പം ഉപ്പ് വേണ്ടേ? ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുത്ത്. നമ്മൾ തൈരൊക്കെ ഒഴിച്ചുകൊണ്ട് തൈരിൻ്റെ പുളി, അധികം പുളിയുള്ള തൈര് ഒഴിക്കരുത് കേട്ടോ. കുറുമയ്ക്ക് പുളി അധികം ഇല്ലാത്ത തൈര് മാത്രം ഒഴിക്കാവുള്ളൂ ആയിട്ടോ. അപ്പോൾ നിങ്ങൾ പുളിയുള്ള തൈര് ഒരിക്കലും കുറുമയ്ക്ക് ഒഴിക്കരുത്. പുളി കുറഞ്ഞ തൈരേ ഉള്ളൂ. അല്ലെങ്കിൽ പാൽ ഒഴിക്കാം, അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ എന്ന് പറഞ്ഞാൽ 1/4 പാൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തൈര് ഒഴിച്ച് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. പാൽ ഒഴിച്ച് ചെറുതായിട്ട് ചൂടാക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ
നല്ല ടേസ്റ്റുള്ള കുറുമ റെഡി. ഇനി നമുക്ക് അച്ചാനെ കൊണ്ട് അച്ഛൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്ന് റിസൾട്ട് പറയാമോ? പറയാമോ? പറയാം. ആ പറയണേ. എന്നാൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കാണിക്കാം. അപ്പം നമ്മുടെ കുറുമ റെഡിയായി. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങി വെക്കാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ നല്ല രസമായിരിക്കും, കണ്ടോ, സൂപ്പറായിരിക്കും. ഇതാണ് ബൗളിലോട്ട് മാറ്റിയ വെജിറ്റബിൾ കുറുമ, കണ്ടോ, നല്ല സൂപ്പറായിരിക്കുന്നു. ആഹാ, നല്ല സ്മെല്ല്. ഇനി ഒരു ബൗളും കൂടെ ചീച്ചട്ടിക്കകത്ത് എടുക്കാനുണ്ട്, ഉരുളിക്കകത്ത് എടുക്കാനുണ്ട്. ഇതാണ് നമ്മൾ തയ്യാറാക്കിയത്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, എന്നിട്ട് അഭിപ്രായം പറയണേ. അവസാനം ഇച്ചിരി പാലോ അല്ലെങ്കിൽ തൈരോ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നമ്മളൊരു 1/4 ലിറ്റർ തൈര് ചേർത്തിട്ടുണ്ട്, ഉടച്ചെടുത്തത്. നിങ്ങളുടെ ആ ചാറിൻ്റെ കട്ടി അനുസരിച്ച് നല്ല അടിപൊളിയാണ്. ഇതിൻ്റെ കൂടെ ചപ്പാത്തിയോ അപ്പം ഉണ്ടല്ലോ, സൂപ്പറായിരിക്കും. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റാണ് ഇതിന്. ആര്യഭവന് അതുപോലെ ആനന്ദഭവനിലൊക്കെ ഇല്ലേ, നമ്മുടെ തമിഴന്മാരുടെ ഹോട്ടലിൽ ആ കിട്ടുന്ന അതേ സ്റ്റൈൽ ടേസ്റ്റുള്ള കുറുമയാണ്. നിങ്ങളും ഇങ്ങനെ വെച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണേ. ഞങ്ങളുടെ ഈ കുക്കിംഗ് ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഞങ്ങളിങ്ങനെ കുക്കിംഗ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇനി നമ്മുടെ അച്ചായനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാമെന്നാണ് പറഞ്ഞേ. അച്ചായനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അടിപൊളിയായിട്ടുണ്ട് കുറുമ. അച്ചായൻ എന്നോട് വേടാ ചോറും അപ്പമൊന്നുമില്ല, അല്ല ചോറും അപ്പം പോട്ടെ, ചപ്പാത്തിയും അപ്പമൊന്നുമില്ല, എനിക്ക് ചോറേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ചോറ് കൂട്ടിയാണ് കഴിക്കുന്നത്. സാധാരണ ഇത് കൂട്ടി കഴിക്കാൻ നല്ലത് ചപ്പാത്തിക്കും അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെയാണ്. പക്ഷേ അച്ചായൻ പറയാം ഞാൻ ചോറ് കൂട്ടി കഴിക്കുവാണ്. അച്ചായൻ ചോറ് കൂട്ടി കഴിക്കാൻ എടുത്ത് വെച്ചിരിക്കുക, കണ്ടോ. ആ, ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറഞ്ഞേച്ചാ. നല്ല ചൂടുണ്ട്. ആ, ഇങ്ങോട്ട് നോക്കി അഭിപ്രായം പറയണേ. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? സൂപ്പർ. കിടിലോ അടിപൊളി. ആ, അച്ഛൻ നന്നായിട്ട് ചോറുണ്ടെന്ന്. സൂപ്പർ അല്ലേ അച്ഛൻ? അടിപൊളി. നല്ല ടേസ്റ്റാണ്. നമ്മളിത് ഉണ്ടാക്കുന്നതിന് മുമ്പ് കുറച്ച് നെയ്യ് ചേർത്തുകൊണ്ട് നല്ല ടേസ്റ്റാണ് അല്ലേ അച്ഛാ? എല്ലാ പ്രാവശ്യത്തേക്കും നല്ല ടേസ്റ്റ് അല്ലേ? അവരെ ഒന്ന് എടുത്ത് പൊക്കി കാണിച്ച് വെച്ചാൽ നമ്മുടെ ആ ഇത് ഇളക്കി ഒന്ന് കാണിച്ച് നമ്മുടെ പ്രേക്ഷകരൊന്ന് കാണട്ടെ. കണ്ടോ, ആ അടിപൊളിയായിട്ട് കുറുമ. നല്ല പച്ചക്കറിയെല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ, സൂപ്പർ ടേസ്റ്റ്. ഇത് ചപ്പാത്തിയുടെ കൂടെ അല്ലേ, അപ്പത്തിൻ്റെ കൂടെ, പാലപ്പത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ? നല്ല ടേസ്റ്റ്. അപ്പം എല്ലാവരും ഈ നോയം സൂപ്പർ ടേസ്റ്റ്. എല്ലാവരും ഈ നോയം പോലെ നിന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ബിഗ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഓൾ. താങ്ക് യു.